നോമ്പുകാലം മരുഭൂമിയിലേക്കുള്ള പിൻവാങ്ങലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മരുഭൂമി എന്നത് ദൈവ-മനുഷ്യ സംഗമത്തിന്റെ ഇടവും ദൈവം തന്റെ ജനത്തെ പരിശീലിപ്പിക്കുകയും പ്രമാണങ്ങൾ അഭ്യസിപ്പിക്കുകയും ചെയ്യുന്ന ഇടവുമാണ്. മരുഭൂമിയിൽ ശബ്ദവും തിരക്കുമില്ല. നിശ്ശബ്ദതയിൽ മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം. നിങ്ങൾ ഒരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. മരുഭൂമി ഒരു പിൻവാങ്ങൽ അനുഭവമാണ്. ജീവിതത്തിൽ ചിലപ്പോൾ മുന്നോട്ടു പോകാൻ പിൻവാങ്ങൽ ആവശ്യമാണ്. ലോകം മുന്നോട്ടോടാൻ പഠിപ്പിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ നിർത്താൻ പറയുന്നു. പിൻവാങ്ങൽ ഒരു തോൽവിയല്ല, ആത്മാവിന്റെ നവീകരണത്തിനായുള്ള ദൈവിക ഇടവേളയാണ്. 1 കൊറിന്തോസ് 6-ാം അധ്യായം 12-ാം വാക്യം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം പ്രയോജനകരമല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാറ്റിനും അതിർവരമ്പുകൾ ഉണ്ടെന്ന് തന്നെയാണ്. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മെ അടിമയാക്കുന്നുണ്ടോ? ലോകത്തിൽ നിന്ന് ഒരു പിൻവാങ്ങൽ നാം നടത്തുമ്പോൾ നാം എല്ലാം അനുവദനീയമാണ് എന്നതിൽ നിന്നും പ്രയോജനകരമായത് മാത്രം തിരഞ്ഞെടുക്കാൻ എന്ന ജ്ഞാനത്തിലേക്ക് വളരുന്നു. നമുക്ക് മനസ്സിൽ കോറിയിടാം, ഒരുപക്ഷെ എനിക്ക് എല്ലാം അനുവദനീയമാകാം, പക്ഷേ ദൈവത്തിലേക്ക് നയിക്കുന്നതേ ഞാൻ തിരഞ്ഞെടുക്കൂ.